താരിഫുമായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസ് നാളെ വരികയാണ്. അപ്പോൾ നാളെ വരുന്ന ന്യൂസിനെ ബേസ് ചെയ്തിട്ട് മാർക്കറ്റിൽ അപ്പ് ആൻഡ് ഡൗൺസ് വളരെയധികമാണ്. എസ് നിഫ്റ്റി അല്ലെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഏകദേശം നിൽക്കുന്നത് 187 ഡൗൺ ആണ്. അതുമല്ല FIS സെല്ലിങ്ങുമാണ്. എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഡേയിലെ ട്രേഡിങ്ങിൽ FIS സെല്ലിംഗ് ആണ്. FIയുടെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കിയാൽ കാണാം. FIS സെല്ലിംഗ് ആണ്. ഒരു 4352 കോടി സെല്ലാണ്. നെറ്റ് എല്ലാ പൊസിഷനിലും സെല്ലിനെയാണ് കാണുന്നത്. പക്ഷേ DAS ബൈ ആയി കാണിക്കുന്നുണ്ടെങ്കിലും FISൻ്റെ ഒരു 3 ഡേയ്സുള്ള അപ് ട്രെൻഡിന് ചെറിയൊരു വിരാമമായി എന്ന് പറയാം. ADR വിബ്രോ ADR ആയിക്കോട്ടെ, ഇൻഫോസിസ് ADR ആയിക്കോട്ടെ, രണ്ട് പ്ലസ്സിലാണ് നിൽക്കണേ എന്നുള്ളത് ഒരു സമാധാനമുള്ള കേസാണ്. ICICI ബാങ്ക് ADR പ്ലസ്സാണ്. എല്ലാം പ്ലസ്സാണ് എന്നുള്ളത് ഒരു നെഗറ്റീവ് ന്യൂസ് അവിടെ നിന്നില്ലെങ്കിലും ഈ മാർക്കറ്റ് ഇത്രയും പോയിൻ്റ് താഴത്തേക്ക് വീണ സ്ഥിതിക്ക് ഇതിലൊക്കെ ഒരു നെഗറ്റീവ് ട്രെൻഡ് സ്ലൈഡ് ഡൗൺ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. INRൻ്റെ ഫ്യൂച്ചർ പ്ലസ് ആണ്. എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ട്രെൻഡിലേക്കാണ് നീങ്ങുന്നത്. 87 ഫ്യൂച്ചർ കാണിക്കുന്നത്. ഇത് നിങ്ങൾക്കറിയാമല്ലോ, 87 എന്നുള്ളത് 88 പോകുന്നതാണ് നമുക്ക് നെഗറ്റീവായിട്ട് മാറുന്നത്. അപ്പോൾ USD INR ഫ്യൂച്ചർ എടുത്ത് നോക്കുമ്പോഴും അവിടെയും നമുക്ക് നെഗറ്റീവ് ട്രെൻഡാണ് ഇന്നേക്ക് ഫീൽ ചെയ്തത്. ഇന്നലത്തെ കുറച്ചും കൂടി ഒരു നെഗറ്റീവും പോസിറ്റീവ് ആയിട്ടുള്ള മിക്സിൽ ഏറ്റവും വലിയ വലിപ്പം തോന്നിയത് ഈ ഡോളർ ഇൻഡെക്സ് താഴത്തേക്ക് വന്നപ്പോൾ ഇന്ത്യൻ റുപ്പി റിക്കവറി ചെയ്യുന്നില്ല. അപ്പോൾ ഇന്ത്യൻ റുപ്പി റിക്കവർ ചെയ്യാത്തതിന് കാരണം ഇത് ക്ലിയറാണ്. നാളത്തെ ന്യൂസ് വരാൻ കാത്തിരിക്കുകയാണ് മാർക്കറ്റിൻ്റെ ട്രെൻഡ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഡോളറിൻ്റെ ഇൻഡെക്സ് താഴെ വരുമ്പോൾ ഇന്ത്യൻ റുപ്പി റിക്കവർ ചെയ്യേണ്ടതാണ്. അത് പോസിറ്റീവ് ട്രെൻഡ് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിലും ഇപ്പം തന്നെ 180 പോയിൻറ്റ് ഡൗൺ നിൽക്കുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതാണ് ഡോളർ ഇൻഡെക്സിൻ്റെ മൂവ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറയാൻ വന്നത് നമുക്ക് നെഗറ്റീവ് ട്രെൻഡ് കീപ്പ് ചെയ്യും എന്നുള്ളത് തന്നെയാണ് ഫുൾ ഡേ. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം ആധാർ പാൻ കാർഡ് ലിങ്കിങ് ആണ്. ഓൾമോസ്റ്റ് നമുക്കറിയാം എല്ലാവരും ആധാർ കാർഡ് പാൻ ലിങ്ക്ഡ് ആണ്. എങ്കിലതിൽ പറയാൻ കാരണം എന്നുണ്ടെങ്കിൽ ഇനി തൊട്ട് ചിലപ്പോൾ ഇവിടെ തൊട്ട് ഈ ഏപ്രിൽ തൊട്ട് ന്യൂസാണ്, കൺഫേം ആയെന്നറിയില്ല. എന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് നിങ്ങളുടെ കയ്യിൽ ഷെയർ സർട്ടിഫിക്കറ്റ് ഫിസിക്കലായിട്ടുണ്ടെങ്കിൽ ആ ഫിസിക്കൽ ഷെയർ സർട്ടിഫിക്കറ്റിന് ചിലപ്പോൾ ഇനി ഡിവിഡൻഡ് വരാതെയാകും. അപ്പോൾ നിങ്ങൾ ഡിവിഡൻഡ് വരണമെങ്കിൽ നിങ്ങൾ പാൻ ആധാർ ലിങ്ക് ചെയ്തിരിക്കണം എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വരികയാണ്. മുന്നേ കൂട്ടി പറഞ്ഞതാണ്, അതുകൊണ്ട് പുതിയൊരു കാര്യമല്ല. അപ്പോൾ അതൊന്ന് നിങ്ങൾ പാൻ ആധാർ ലിങ്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഫിസിക്കൽ സർട്ടിഫിക്കറ്റ് പോലും ഡിവിഡൻഡ് ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ട്. ഇനി ഡിവിഡൻഡ് ബ്ലോക്ക് ആയ സമയം ഡിവിഡൻഡ് ബ്ലോക്കായി ഒരു ലോങ് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഷെയർ നമ്മൾ രജിസ്ട്രാറുടെ കയ്യിൽ നിന്ന് തന്നെ ഗവൺമെൻറ്റിലേക്ക് പോകും. അപ്പോൾ അതും വലിയൊരു പ്രയാസമായി മാറും പിന്നെ തിരിച്ച് എടുക്കാനൊക്കെ. അപ്പോൾ പാൻ ആധാർ ലിങ്ക് ഇനി ചെയ്യാത്തവർ ഫിസിക്കൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുകൊടുക്കുന്നവരെ സംബന്ധിച്ച് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കേണ്ട സമയമാണ്. ന്യൂസുകളാണ്. സ്പെക്ട്രത്തിലൊരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഐഡിയയെ സംബന്ധിച്ചൊരു പോസിറ്റീവ് ന്യൂസാണ്. മാർക്കറ്റിൽ നല്ല സമയത്തല്ല ന്യൂസ് വരുന്നതെന്നുള്ളതുകൊണ്ട് എഫക്റ്റീവായിട്ട് അറിയില്ല. എങ്കിൽ തന്നെ പോസിറ്റീവായി എടുക്കാം. HILന് വലിയ ഓർഡർ കിട്ടിയിട്ടുണ്ട്, അതും പോസിറ്റീവായിട്ട് എടുക്കാവുന്നതാണ്. ITCയും ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. ITCക്ക് അതിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളതുകൊണ്ട് ആദിത്യ ബിർളയുടെ കയ്യിൽ നിന്ന് വലിയൊരു പേപ്പർ ബിസിനസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പോസിറ്റീവായിട്ട് കാണാമെങ്കിലും മാർക്കറ്റിൻ്റെ നിങ്ങൾക്കറിയാമല്ലോ, മാർക്കറ്റിൽ നാളെ എന്ന് പറയുമ്പോൾ നാളെ ഈവനിങ് വരാൻ പോകുന്ന കാര്യങ്ങൾക്ക് നമുക്ക് ടെൻഷൻ മാർക്കറ്റിൽ നാളെയും കൂടിയും കഴിഞ്ഞ് മറ്റന്നാളാണ് നമുക്ക് എഫക്റ്റായിട്ട് മാർക്കറ്റിൽ മൂവ്മെൻറ്റ്സ് അറിയാൻ പറ്റുള്ളൂ. അതിന് വളരെയധികം അപ്പ് ആൻഡ് ഡൗൺസ് മാർക്കറ്റിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കുക, മാർക്കറ്റ് ഹൈ വോളറ്റിലായിരിക്കുന്നു. സെയിം ഡേയിൽ ഏർലി മോർണിംഗിൽ ഉണ്ടാക്കുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. താങ്ക്